നമസ്കാരം, ജീവനി ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കാര എന്ന ഔഷധ സസ്യത്തെയാണ്. അപ്പോസൈനേസി ഫാമിലിയിലാണ് കാര ഉൾപ്പെടുന്നത്. ഇതിന്റെ സയന്റിഫിക് നെയിം കരിസ കരാൻഡസ് എന്നാണ്. ബംഗാൾ കറന്റ് എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത്. സംസ്കൃതത്തിൽ ഇതിനെ കരാംബുക, കരമർദ്ദ, ദൃകണ്ഡക, അവിഘ്ന, കൃഷ്ണപാനഫല, കൃഷ്ണപാക എന്നിങ്ങനെയാണ് പറയുന്നത്. കുറ്റിച്ചെടിയായോ ചെറുവൃക്ഷമായോ വളരുന്ന ഒരു സസ്യമാണിത്. ഇതിൽ നിറയെ കൂർത്ത നീളമുള്ള മുള്ളുകളുണ്ട്. തോടുകളുടെയും അരുവികളുടെയും കരകളിലാണ് ഇത് കൂടുതലായി വളരുന്നത്. ഇതിന്റെ കായ്കൾക്കും വളരെയധികം പോഷകമൂല്യമുണ്ട്. ഇതിന്റെ തൊലി, ഇല, ഫലം എന്നിവയാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. പച്ചക്കായ് അച്ചാറിടാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. പഴുത്ത കായ് അങ്ങനെ തന്നെ ഭക്ഷിക്കാം. പഴുത്ത കായ്കൾക്ക് പർപ്പിൾ കലർന്ന കറുപ്പ് നിറമാണ്. കാരയില കൊണ്ടുണ്ടാക്കുന്ന കഷായം ജ്വരരോഗത്തെ ശമിപ്പിക്കുന്നു. വേര് കൃമികളെ നശിപ്പിക്കുന്നു. കൂടാതെ ശിരോരോഗങ്ങളെ ശമിപ്പിക്കാനുള്ള കഴിവും ഇതിനുണ്ട്. ഇത് ത്വക്ക് രോഗങ്ങൾക്ക് വളരെ വിശേഷപ്പെട്ടതാണ്. ഇശങ്കിലയും പരുത്തിയിലയും ഉപയോഗിച്ചുകൊണ്ട് കുറുക്ക് തയ്യാറാക്കുന്നത് പോലെ തന്നെ കാരയിലയും കരിപ്പട്ടിയും ചേർത്ത് കുറുക്ക് തയ്യാറാക്കാറുണ്ട്. ഇതിന്റെ വേരിൽ ബാഷ്പശീല തൈലം, കൊഴുത്ത തൈലം, ആൽക്കലോയിഡ്, മഞ്ഞ നിറത്തിലുള്ള ഒരു പദാർത്ഥം എന്നിവ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ജീവനി ഓൺലൈനിൽ നിന്നും ശ്രീലക്ഷ്മി.